ഹലോ ഗായ്സ്, MFC ക്രിയേഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ആപ്പിൻ്റെ ലോഗിൻ പേജ് ഡിസൈൻ ചെയ്തു. നമ്മളെങ്ങനെ ഗൂഗിൾ വെച്ച് സൈൻ ഇൻ ചെയ്യാൻ പറ്റും, അതുപോലെ സൈൻ ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. അതൊക്കെ ഫയർബേസ് വെച്ച് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആപ്പിൻ്റെ മെയിൻ പാർട്ടായ ചാറ്റ് വിൻഡോ എങ്ങനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാറ്റ് വിൻഡോ. അപ്പോൾ ഇതിലൊരു ഹെഡർ ഉണ്ട്, ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അത് പോയി. പിന്നെ ഒരു ബോഡി ഉണ്ട്, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇട്ടിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അടിയിലൊരു ടെക്സ്റ്റ് ഫീൽഡും ഒരു ബട്ടണും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുമ്പൊക്കെ ചെയ്ത പോലെ തന്നെ ഞാനൊരു പുതിയൊരു കോമ്പണൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ചാറ്റ് എന്ന് പേരിട്ടു. അതിലൊരു JS ഫയൽ ഇട്ടു, chat.js. ഓക്കെ, ഞാൻ RAFCE എന്നടിച്ചു ഒരു ഫങ്ഷണൽ കോമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാനൊരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് chat.css എന്ന് പേരിട്ടു. എന്നിട്ട് ഞാൻ ആ CSS ഫയലോട് കോൾ ചെയ്തു, ഇമ്പോർട്ട് chat.css. ഓക്കെ, എന്നിട്ട് ഇതാണ് നമ്മുടെ ഈ മെയിൻ ചാറ്റ് വിൻഡോ. അപ്പോൾ അതിനൊരു ക്ലാസ് നെയിം കൊടുത്തു, ക്ലാസ് നെയിം ചാറ്റ് വിൻഡോ എന്ന് കൊടുത്തു. ഓക്കെ, എന്ന് സേവ് ചെയ്തു. ഇനി ഇത് നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നേരെ CSS ഫയലിലോട്ട് പോയി ഈ ചാറ്റ് വിൻഡോ എന്ന ക്ലാസ് നെയിം വിളിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിനൊരു ഹൈറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ഹൈറ്റ് ഒരു 80 VH കൊടുത്തു, ഹൈറ്റ് ഒരു 80 VH കൊടുത്തു. ദെൻ അത് കഴിഞ്ഞിട്ട് അതിനൊരു പാഡിങ് ഒരു 10 പിക്സൽസ് കൊടുത്തു. പാഡിങ് കഴിഞ്ഞ് നമ്മളൊരു മാർജിൻ ഒരു 10 VH 10 VH കൊടുത്തു. ഓക്കെ, ദെൻ ഇനി ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഞാൻ ഓൾറെഡി നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അസറ്റ് ഫോൾഡറിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളും ഇതേപോലെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഇമേജ് കൊടുത്തിടുക. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് URL ആ പാത്ത് കറക്റ്റായിട്ട് കൊടുക്കുക. അസറ്റ് ഫോൾഡറിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, ഓക്കെ, background.jpg കൊടുത്തു. ഓക്കെ, ഇനി ഒന്ന് സേവ് ചെയ്ത് നോക്കിയാൽ. ഓക്കെ, അപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇത് app.jsലേക്ക് കോമ്പണൻറ്റ് വിളിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സൈനിങ് വിളിച്ച പോലെ തന്നെ ഇമ്പോർട്ട് ചാറ്റ് ഫ്രം കോമ്പോണൻസ് ചാറ്റ്. ഓക്കെ, ഇനി ഈ ഡിവ് മാറ്റിയിട്ട് നമ്മുടെ പുതിയ കോമ്പോണൻറ്റ് അവിടെ കൊടുക്കുക, ചാറ്റ്. ഓക്കെ, ഇനി ഒന്ന് സേവ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താ പറയുക ചാറ്റ് വിൻഡോ ബാക്ക്ഗ്രൗണ്ട് ഇമേജും ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊന്ന് അലൈൻ ചെയ്യണം. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സൈസ് ജസ്റ്റ് ഒരു കണ്ടെയ്ൻ എന്ന് കൊടുത്തു. സേവ് ചെയ്ത് നോക്കിയാൽ ആ ഇമേജ് ഒന്ന് അലൈൻ ചെയ്ത് വന്നു. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് ഡിസ്പ്ലേ പ്രോപ്പർട്ടീസോടെ കൊടുത്തു. ഡിസ്പ്ലേ ഫ്ലെക്സ്, അതിൽ നമ്മൾ ചാറ്റ് വരുമ്പോൾ ആ ചാറ്റ് ഫ്ലെക്സ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഫ്ലെക്സ് ഡിറക്ഷൻ കോളം കൊടുത്തു. എല്ലാ ചാറ്റും ഇങ്ങനെ കോളമായിട്ട് അറേഞ്ച് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊടുക്കുന്നത്. ദെൻ ഓവർഫ്ലോ, ഒരുപാട് ചാറ്റ് വരുമ്പോൾ സ്ക്രോൾ ചെയ്യാൻ പറ്റണം. ഓവർഫ്ലോ വഴി നമ്മൾ സ്ക്രോൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുത്തിട്ടൊന്ന് സേവ് ചെയ്തു. ദെൻ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ, ഇപ്പോൾ നമ്മുടെ ഈ ചാറ്റ് ഈ ഒരു വിൻഡോ റെഡിയായി. ഇനി അടിയിലൊരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റ് ബോക്സും അതുപോലെ തന്നെ ഈ ഒരു ബട്ടണും സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ chat.jsലൊരു ഫോം ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ചാറ്റ് വിൻഡോയിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജൊക്കെ ഡിസ്പ്ലേ ചെയ്ത് തരുന്ന പഴയ മെസ്സേജസ് എല്ലാം ഈ ഒരു ചാറ്റ് വിൻഡോയിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഫയർബേസായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് മെസ്സേജസ് ഒക്കെ കൊടുക്കേണ്ടത് നമ്മൾ അപ്പോൾ കൊടുക്കും. ഇപ്പോൾ തൽക്കാലം ഈ ഇവൻറ്റ് നമ്മൾ ഇതുപോലെ തന്നെ ഇടുകയാണ്. ഇനി ഇതിനടിയിലായിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ഫീൽഡ് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനടിയിൽ ഞാനൊരു ഫോം ഫീൽഡ് ക്രിയേറ്റ് ചെയ്യണം. ഫോം ഫീൽഡ്, ഓക്കെ, നമുക്കറിയാം റിയാക്റ്റിൽ എപ്പോഴും റിട്ടേൺ ചെയ്യേണ്ടത് എല്ലാത്തിനും ഒരു പാരൻറ്റ് ഡിവ് വേണം. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഫ്രാഗ്മെൻറ്റ്സ് കൊടുത്തു. ഓക്കെ, ഇനി ഈ ഒരു ഫോം ഫീൽഡിൽ ഞാനൊരു ഇൻപുട്ട് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ ഇൻപുട്ടിലെ വാല്യൂസ് ഒരു സ്റ്റേറ്റിലോട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹുക്ക് യൂസ് ചെയ്യുകയാണ്. കോൺസ്റ്റ്
മെസ്സേജ് set message equal to use state. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഈ ഇൻപുട്ടിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഒക്കെ നമ്മൾ ഈ മെസ്സേജ് എന്നുള്ള വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇൻപുട്ടിനൊരു വാല്യൂ കൊടുക്കണം. വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജ് എന്നുള്ള വേരിയബിൾ. അതുപോലെ തന്നെ ഓൺ ചേഞ്ച്, അതായത് ഇതിൽ ആരെങ്കിലും എന്തെങ്കിലും ടെക്സ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ അത് ഈ മെസ്സേജിലോട്ട് സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഓൺ ചേഞ്ച് നമ്മുടെ സെറ്റ് മെസ്സേജ് ഈക്വൽ ടു ഈ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ എന്ന് കൊടുത്തു. ഓക്കെ, ഇതാണ് ഇതിൽ ഈ നല്ലൊരു പാരാമീറ്റർ എടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊരു പ്ലേസ് ഹോൾഡർ കൊടുക്കണം. അപ്പോൾ പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത് ഞാനിവിടെ ടൈപ്പ് ഹിയർ എന്ന് കൊടുത്തു. ടൈപ്പ് ഹിയർ. ഓക്കെ, ഇനി ഇതിനകത്തൊരു ബട്ടൺ കൊടുക്കണം. അപ്പോൾ ഞാനൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഈ ബട്ടണകത്ത് എനിക്കൊരു ഇമേജ് ഉണ്ട്, ഒരു സെൻഡ് ചെയ്യാനുള്ളൊരു ഇമേജ് ഉണ്ട്. അപ്പോൾ ഞാൻ IMG ടാഗ് യൂസ് ചെയ്തു. IMGയിൽ സോഴ്സ് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ആൾട്ട് എന്നുള്ള പാരാമീറ്റർ ഉണ്ട്. ആൾട്ട് ഞാനൊരു empty string കൊടുത്തു. ഇനി ഈ ഇതിൽ കൊടുക്കാനുള്ള ഇമേജ് ഞാൻ മുമ്പേ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സോഴ്സ് അസറ്റ് ഫോൾഡറിൽ നിന്ന് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് പേര് സെൻഡ് എന്ന് കൊടുത്തു. ഫ്രോം നമ്മുടെ അസറ്റ് ഫോൾഡറിലോട്ട് നേരെ പോവുക. അസറ്റിലെത്തി അസറ്റിൽ സെൻഡ് ഡോട്ട് PNG എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഉണ്ട് സെൻഡ് ഡോട്ട് PNG. അത് നേരെ ഇവിടേക്ക് കൊടുക്കുക. ഓക്കെ, ഇനി ഇതൊന്ന് സേവ് ചെയ്ത് നോക്കിയാൽ അപ്പോൾ നമുക്ക് ഒരു ടൈപ്പ് ഫീൽഡ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ബട്ടണും ആ ബട്ടണിൽ ഒരു ഇമേജ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ സ്റ്റൈൽ ചെയ്ത് ഇത് താഴെ നമുക്ക് നമ്മുടെ ഈ ഡിസൈൻ പോലെ സ്റ്റൈൽ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അടുത്ത പണി. അപ്പോൾ നേരെ chat.cssലോട്ട് പോവുക. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോമാണ്. ഫോം ടാഗ് വിളിച്ച്. ഓക്കെ, ഇനി ആ ഫോമിന് ഒരു വിടുത്തും അതുപോലെ തന്നെ ഹൈറ്റൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ്. ഫോമിൻ്റെ ഹൈറ്റ് ഒരു 10 VH കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ അടിയിൽ ഉറപ്പിച്ച് നിർത്തണം. നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അത് നമ്മൾ ഈ നാവ് ബാർ നിർത്തിയപ്പോൾ ഈ ഹെഡർ നിർത്തിയ പോലെ അത് താഴെ അത് ഫിക്സ് ചെയ്ത് നിർത്തുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് ചെയ്ത പോലെ ഇവിടെ പൊസിഷൻ ഫിക്സ്ഡ് കൊടുത്തു. എന്നിട്ട് ബോട്ടം 0 കൊടുത്തു. അപ്പോൾ താഴെ അതെന്ത് ചെയ്യും, ഫിക്സ് ആയിട്ട് നിൽക്കും. ഓക്കെ, ഇനി അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ, RGB ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ പോവാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ RGBയിലാണ് ഇവിടെ കൊടുക്കുന്നത്. RGBയിൽ ഒരു 24, ഗ്രീനിൻ്റെ വാല്യൂ 23, അതുപോലെ തന്നെ ബ്ലൂ 23 കൊടുത്തു. ഓക്കെ, ഞാൻ ഫോമിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്തു. എന്നിട്ട് ഇനി അതിൻ്റെ ഒരു വിഡ്ത്ത് ഫുൾ വിഡ്ത്ത് കൊടുത്തു 100%. അതുപോലെ ഒരു മാക്സിമം വിഡ്ത്ത് 728 പിക്സലും കൊടുത്തു. ഓക്കെ, ഇനി അതിലുള്ള ടെക്സ്റ്റിൻ്റെ ഫോൺ സൈസ് ഒരു 1.5 റം കൊടുത്തു. 1.5 റം. ഇനി ഒന്ന് സേവ് ചെയ്ത് നോക്കിയാൽ ഇതിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ അടിയിൽ നമ്മുടെ ടെക്സ്റ്റ് ഫീൽഡ് വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള ഇൻപുട്ട് ഫീൽഡിനെയും അതുപോലെ തന്നെ ഈ ബട്ടണെ ഒന്ന് അറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഫോമിനകത്തുള്ള ബട്ടൺ ആണല്ലോ. അപ്പോൾ ഫോമിനകത്തെ ബട്ടൺ ടാഗ്. ഓക്കെ, നമ്മളതിനെങ്ങനെ സെലക്ട് ചെയ്തു. അതിനൊരു വിഡ്ത്ത് ഒരു 20% കൊടുത്തു. ഇവിടുത്തെ ഒരു 20% കൊടുത്തു. ദെൻ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളറ് ഞാൻ ഇതും ഒരു RGB വാല്യൂസ് കൊടുത്തു. RGBയിൽ ഒരു 56 നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക, ഒരു പ്രശ്നമില്ല. 56 ഒരു 143 കൊടുത്തു. ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്തു. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ഇമേജിനൊന്ന് സൈസ് ചെയ്യണം. അപ്പോൾ അതിന് ഫോമിൽ അകത്തുള്ള ബട്ടൺ, ആ ബട്ടണകത്തുള്ള IMG. ഓക്കെ, അതിനൊരു വിഡ്ത്ത് ഒരു 38 പിക്സൽസ് കൊടുത്തു. ദെൻ ഹൈറ്റ് ഒരു 42 പിക്സൽസ് കൊടുത്തു. ഇനി ഒന്ന് സേവ് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ബട്ടൺ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് അലൈൻ ചെയ്യണം. അപ്പോൾ ഫോമിൻ്റെ ബട്ടൻ്റെ ബോർഡർ നമുക്ക് ആവശ്യമില്ല. ബോർഡർ നൺ കൊടുത്തു. ഓക്കെ, അതുപോലെ തന്നെ അതിനകത്തുള്ള ഇമേജ് ഒന്ന് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തു. അതുപോലെ തന്നെ ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്ററിൽ അലൈൻ ചെയ്യണം, വെർട്ടിക്കലിയും അതുപോലെ തന്നെ ഹൊറിസോണ്ടലിയും.
അലൈൻ ഐറ്റംസ് സെൻറ്റർ. ഇനി സേവ് ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ ഏകദേശം ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു ഇൻപുട്ട് ഫീൽഡ് അലൈൻ ചെയ്യാം. അതിനൊരു ടെക്സ്റ്റ് സ്റ്റൈൽ ചെയ്യണം ഇൻപുട്ട് ഫീൽഡിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്തൊരു ഇത് സെലക്ട് ചെയ്യാം, ഫോമിനകത്തുള്ള ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ സ്റ്റൈൽ ചെയ്യാമെന്ന് അർത്ഥം നോക്കാം. ഇതിനൊരു ലൈൻ ഹൈറ്റ് കൊടുത്തു, ലൈൻ ഹൈറ്റ് ഒരു 1.5 കൊടുത്തു. ദെൻ വിഡ്ത്ത് 100% കൊടുത്തു. ദെൻ ഫോൺ സൈസ് ഒരു 1.5 റം കൊടുത്തു. നെക്സ്റ്റ് അടുത്തതായിട്ട് അതിന് ബാക്ക്ഗ്രൗണ്ട് കളറ് അത് ഞാൻ RGB തന്നെ 50 RGBയിലൊരു 58 കൊടുത്തു. എല്ലാം 58 കൊടുത്തു. 58 ഓക്കെ. ദെൻ അതിൻ്റെ കളർ, അതിലെ ടെക്സ്റ്റിൻ്റെ കളറ് ഞാൻ വൈറ്റ് കൊടുത്തു. ഓക്കെ, പിന്നെ അതിന് ഔട്ട്ലൈൻ എനിക്ക് വേണ്ട, അപ്പോൾ ഞാൻ ഔട്ട്ലൈൻ 0 കൊടുത്തു. ദെൻ പിന്നെ ബോർഡറും കളഞ്ഞു, ബോർഡർ നണ്ണാക്കി കൊടുത്തു. ദെൻ അതിനൊരു പാഡിങ് 0.10 പിക്സൽസ് കൊടുത്തു. അപ്പം സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വന്നു. ഇനി ഇതിനെ ഒരേ ലൈനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ നമ്മുടെ ഫോമിലോട്ട് പോവുക. അവിടെ ഒരു ഡിസ്പ്ലേ ഫ്ലെക്സ് കൂടെ കൊടുക്കാം. ദെൻ സേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ടും ഒരേ ലൈന് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ചാറ്റ് വിൻഡോയുടെ ഡിസൈന് നമ്മൾ അതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് മോസ്റ്റ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഈ ചാറ്റ് മെസ്സേജ് സെൻഡിങ് എങ്ങനെയാണ് ഒരാൾക്ക് റിയൽ ടൈം ആയിട്ട് മെസ്സേജ് കിട്ടുന്നത്, അതെങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.